നമസ്കാരം. ടെസ്ല ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത, ഒരു സർക്കുലേഷൻ പമ്പ് നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സർക്കുലേഷൻ പമ്പ് റിപ്പയർ ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് അഴിച്ച് അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഏതൊക്കെ പാർട്സുകളാണ് വരുന്നത്, നമ്മൾ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും പാർട്സുകളുണ്ടോ എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഒരു സർക്കുലേഷൻ പമ്പിൻ്റെ ഒരു ഇൻലെറ്റാണിത്. ഇത് ഔട്ട്ലെറ്റും വരുന്നു. മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന 2 സ്വിച്ച് ഉണ്ട്. ഓട്ടോമാറ്റിക്കലും ഉണ്ട്, മാനുവലും ഉണ്ട്. 2 ടൈപ്പ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ പോലത്തെ ഒരു സംഭവം. ഇത് എന്തിൻ്റെ എന്നൊരു ഐഡിയ ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ സർക്കുലേഷൻ പമ്പ് കാണുന്നത്. BLDC മോട്ടർ ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിനകത്ത് കണക്ഷൻ ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലോ സ്വിച്ചാന്ന് തോന്നുന്നു. എന്തൊരു സ്വിച്ച്, ഒരു 2 വയറും പോന്നിട്ടുണ്ട്. അതെന്നാന്ന് അറിയത്തില്ല. നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ടോപ്പിലെ കവറൊന്ന് അഴിച്ചു നോക്കാവേ. കവർ അഴിച്ച് കഴിഞ്ഞ് ഈ ലോങ് ആയിട്ടുള്ളൊരു സ്ക്രൂ കിടക്കുന്നത്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഇതാരും അഴിച്ച് നശിപ്പിച്ച് കൊളാക്കി കൊണ്ടുവന്നേക്കുന്നതെന്ന് തോന്നുന്നത്. വയറെല്ലാം വിട്ടെടുക്കുന്നുണ്ട്. കണക്ഷൻ ചെക്ക് ചെയ്യാണ്ടിരുന്നത് നന്നായി. പിന്നെ ഇവിടെ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു ICയും 2 റെസിസ്റ്ററൊക്കെ കാണുന്നുണ്ട്. ഇതെന്നാന്ന് അറിയത്തില്ല. ഈ സ്വിച്ചിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ വന്നേക്കണം. ഇങ്ങോട്ടൊരു ഫ്ലോ സ്വിച്ചാന്ന് തോന്നുന്നു. അതൊരു ഫ്ലോ സ്വിച്ചാണ് അതിനകത്ത്. അതിൻ്റെ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വെള്ളം ഫ്ലോ ആയാൽ മാത്രമേ ഇത് ഓൺ ആകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ സ്വിച്ച് പോലത്തെ സംഭവം കൊടുത്തേക്കണതാണ് ഈ കാണുന്നത്. പിന്നെ ഈ വയറെല്ലാം വിടിയിപ്പിച്ചാണ് കൊണ്ടുവന്നേക്കണത്. നമുക്ക് വർക്ക്ഷോപ്പിൽ കംപ്ലൈൻ്റ് ആയിട്ട് വന്ന മോട്ടറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു മോട്ടർ അയക്കണേ. അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർ കമൻറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അതൊന്ന് അഴിച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം വയറെല്ലാം വിടിയിപ്പിച്ചാണ് കൊണ്ടുവന്നേക്കണേ. ഒരു റെഡ് വയർ, ഒരു ബ്ലൂ വയർ. ഇവിടെ നിന്നൊരു സ്ലീവ് വരുന്നുണ്ട്. അതെൻ്റെ ഉള്ളിൽ നിന്ന് കട്ടായി പോകാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു സ്ലീവ് ഇങ്ങനെ കട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വയറാണ്. അതായിരിക്കും മിക്കവാറും കംപ്ലൈൻറ്റ്. പിന്നെ ഇവിടെ ഒരു ഫ്ലോർ സ്വിച്ചിൻ്റെ ഒരു കൂടെ ഇത് ഇതിൻ്റെ ഫങ്ഷനിങ് വാട്ടർ ഇതിലെ ഫ്ലോ ആയാൽ മാത്രമേ ഈ സ്വിച്ച് വർക്ക് ആവത്തുള്ളൂ. അതിലിങ്ങനെ ഫ്ലോ ആയാൽ മാത്രമാണ് ഈ സ്വിച്ച് വർക്ക് ആവത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സർക്കുലേഷൻ പമ്പ് ഓപ്പൺ ആവത്തുള്ളൂ. ഇനി നമുക്കൊന്ന് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അടുത്ത പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്. അപ്പോൾ വാട്ടർ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രം ഓണാവും. പിന്നെ ഇത് അഴിക്കാനായിട്ട് ഇവിടെ ഒരു സ്വിച്ച് കാണുന്നുണ്ട്. ഇവിടെ സ്ക്രൂ കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞതിനകത്ത് എന്നാന്ന് അറിയത്തില്ല. ഇത് വേറെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും മോട്ടറിൻ്റെ റൊട്ടേഷൻ ആയിരിക്കും, ക്ലോക്ക് വൈസ്. ഇവിടെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും മോട്ടറിൻ്റെ റൊട്ടേഷൻ ആയിരിക്കും. നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. ഇതിനകത്തൊന്നും കാണാനില്ല. ഒരു റബ്ബറിൻ്റെ ഒരു വാട്ടർ സീൽ പോലത്തെ ഒരു സാധനം, ഒരു ഓറിങ് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും അതിനകത്ത് കാണാനില്ല. പിന്നെ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഒരു ചെറിയ സ്ക്രൂ മോഡൽ എന്തൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ച് നോക്കിയാൽ മതി. മോട്ടർ റൊട്ടേറ്റ് ആവുന്നുണ്ടോ, സ്മൂത്ത് ആണോ, സ്റ്റക്ക് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അത് അടിപൊളി എന്തായാലും. ഇനി നമുക്കുള്ളത് ഇത് അഴിക്കാനായിട്ട് ഇവിടെ ഒരു 4 LNG ബോൾട്ട് കാണുന്നുണ്ട്. ഈ സൈഡിലും കാണുന്നുണ്ട് LNG ബോൾട്ട്. നമുക്ക് അതൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ LNG ബോൾട്ട് 5ൻ്റെ LNG ആയിരിക്കും. അതെ, 5ൻ്റെ. ഈ 5ൻ്റെ LNG ഇട്ടിട്ട് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അല്ലെങ്കിൽ അപ്പുറ സൈഡിൽ ഒരെണ്ണമുണ്ട്. 4 മൊത്തം വരുന്നത്. അത് പമ്പായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നേക്കണേ. ഈ സൈഡിലുണ്ട്.
അല്ലെങ്കിൽ ബോൾട്ട് 4 ഉണ്ട്. അത് നമുക്ക് കോർണർ അഴിക്കാം. ഇങ്ങനെ വന്ന് ഈ അല്ലെങ്കിൽ ബോൾട്ട് ഊരി കഴിയുമ്പോഴത്തേന് ഈ പമ്പ് ഇങ്ങനെ നമുക്ക് വേർപെടുത്തിയെടുക്കാം. ഇതാണ് പമ്പ്. മെറ്റീരിയൽസൊക്കെ കാസ്റ്റ് അയൺ ആണ് വന്നേക്കുന്നത്. കാസ്റ്റ് അയൺ മെറ്റീരിയൽ. ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു നെക്കൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നല്ല ഡീറ്റെയിൽസ് ക്വാളിറ്റിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ മോട്ടർ ഹബ്ബ് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത മോട്ടറിൻ്റെ ഇമ്പല്ലറാണ്. ഇത് നൊറിയൽ ഇമ്പല്ലറാട്ടോ. അപ്പോൾ അത്യാവശ്യം ചെറിയ ചൂടുവെള്ളമൊക്കെ അടിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ നൊറിയൽ ഇമ്പല്ലറിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണാം. അപ്പോൾ നൊറിയൽ ഇമ്പല്ലർ എന്നാന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് റോട്ടറാട്ടോ. റോട്ടർ ഇതിനകത്ത് വേറെ എന്തൊരു സാധനം ഇവിടെ ഉണ്ട്. ഒരു സംഭവം കൂടെ എൻ്റെ അടിയിലാണ്. അതെ, ഈ റോട്ടറിൻ്റെ ഈ ബേസ് ഉണ്ടല്ലോ, ഈ ബേസിന് അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഓറിങ് ആണ്. റെഡ് കളർ, നല്ല രസമുണ്ട്. അതിങ്ങനെ കയറി ഈ ഹബ്ബിൽ ഈ കവറയിൽ കയറിയിട്ട് ഇങ്ങനെ മുറുക്കി കഴിയുമ്പോൾ ലോക്കാവും. പക്ഷേ ഈ ഒരു സംഭവം നല്ല രസമായിട്ടാണ് പുറത്താണ്. അടിപൊളിയായിട്ടുണ്ടോ. ഇതുണ്ടല്ലോ, ഇത് മൂവ് ചെയ്യത്തില്ല. ഇത് ഫിക്സഡാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ടോ, ഈ പോർഷൻ മൂവ് ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമായിട്ടല്ലേ പുറത്തേക്കണേ. ഇത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുമോ. ഇതിൻ്റെ ഉള്ളിലാണ് റോട്ടർ വന്നിട്ട് മൂവ് ചെയ്തേക്കുന്നത്. സംഭവം അടിപൊളി കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇരിക്കട്ടെ. ഇനി വൈൻഡിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ വൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ഈ 3 വയർ കട്ടായി പോകുന്നുണ്ട്. 1 2 3 റെഡ് ഒരു ബ്ലൂവും കാണാം. പക്ഷേ വേറൊരു വയറോടെ ഇവിടുന്ന് കട്ടായി പോകണം. മിക്കവാറും അതായിരിക്കും ഈ മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ്. പക്ഷേ ഇത് നമുക്കിവിടെ കൊണ്ടുവന്ന ടെക്നീഷ്യൻ ആരോ ഇത് അഴിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കണക്ഷനെ കുറിച്ച് നമുക്ക് വൈൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് നോക്കാം. വൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാനിത് അഴിക്കുന്നത്. ഞാൻ BLDC ആണെന്നുള്ളൊരു ഇതിനകത്താണ് അഴിച്ചത്. പക്ഷേ ഇത് BLDC അല്ലാന്ന് തോന്നുന്നു. അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് BLDC മോട്ടറാണ്. എനിക്കറിയില്ല. ഞാൻ BLDC മോട്ടർ അഴിച്ചിട്ടില്ല. അപ്പോൾ BLDC മോട്ടർ അയച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് കമൻറ്റൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാവും. എനിക്കും അറിയത്തില്ല. V-Guard ഇത് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. വൈൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കും. നമുക്ക് നോക്കാം. വൈൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഇനി റോട്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞുണ്ടല്ലോ, റോട്ടർ ഇത് അഴിക്കാൻ പറ്റുമായിരിക്കും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു പോർഷൻ ഉള്ളിലുണ്ട്. പക്ഷേ ബെയറിംഗ് ആണോ എന്നാന്നറിയത്തില്ല. ബുഷാണോ ബെയറിംഗ് ആണോ. അപ്പോൾ ഇത് അഴിക്കാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് അടിച്ചോ. അടിപൊളിയുണ്ട്. ഇത് നോക്കി, അടിപൊളി. ഇത് നോക്കി. ഈ സംഭവമാണ് ഇങ്ങനെ ഇങ്ങനെ ഇത് ബെയറിംഗ് അല്ല കേട്ടോ. ഇത് ബുഷാണ്. ഇതൊരു സെറാമിക്കിൻ്റെ ബുഷാണ് വരുന്നത്. ഇതുണ്ടോ, സെറാമിക്കിൻ്റെ ബുഷാണ്. ഓഹോഹോ, ഇതെന്നാ സംഭവം എന്നറിയാം. അടിപൊളി. ഇതിൻ്റെ രസമുണ്ട്. ഇതെന്നാന്നറിയാം, ഈ സെറാമിക്കിൻ്റെ ബുഷയിലാണ് കിടന്ന് ഓടുന്നത്. ഇതുണ്ടോ, അതാണ് നമ്മൾ ആ സെറാമിക്കിൻ്റെ റോട്ടറിൻ്റെ പോർഷനിൽ തിരിക്കുമ്പോഴാണ് റൊട്ടേറ്റ്. ഇത് സെറാമിക്കിൻ്റെ ബുഷ്. ഇതുണ്ട്, ഇത് സെറാമിക്കിൻ്റെ ഒരു ബുഷാണ്. പക്ഷേ ഇതിന് ലൂബ്രിക്കേഷൻ എങ്ങനെയായിരിക്കും എന്നെ സംഭവം. ഇതെന്നെ സംഭവം എന്നറിയാം. ഇത് ഭയങ്കര രസമായിട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. മാനുഫാക്ചറിങ് അടിപൊളി. ഇതുണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു ഹോളുണ്ട്. ഇതുണ്ടോ, ഈ ഹോളുണ്ട്. ഈ ഹോള് വഴി വെള്ളം ഈ റോട്ടറിൻ്റെ ഇവിടെ ഒരു ഹോളുണ്ട്. എന്നിട്ട് ഈ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ, ഈ കവറിൻ്റെ ഉള്ളിൽ വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതാണ് ആ നട്ടിനകത്ത് ഒരു ഓറിങ് ഇട്ടിട്ട് അവരിങ്ങനെ ടൈറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോഴല്ലേ എൻ്റെ ടെക്നിക്ക് മനസ്സിലായത്. ഈ ഹോളിക്കടെ വെള്ളം, ഈ പമ്പിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, ആ പമ്പിലെ വെള്ളം ഈ ഹോളിക്കടെ കയറി, ഈ ഹോളിക്കടെ കയറിയിട്ട് ഈ കവറിൻ്റെ ഉള്ളിൽ വരും.
ഈ കവറിൻ്റെ ഉള്ളിൽ ഇത് ഈ റബ്ബർ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നിർത്തിയതുകൊണ്ട് ഈ കവറിൻ്റെ ഈ പുറത്തേക്ക് വരില്ല. അപ്പോൾ അതിനകത്ത് കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹൈ പ്രഷറിൽ ഈ സാധനം, അതാണ് ഇതിൻ്റെ ലൂബ്രിക്കേഷൻ വരുന്നത്. ആഹാ, ഇതുണ്ടോ, ഇത് സെറാമിക്കിൻ്റെ ഒരു മെറ്റീരിയൽസാണ്, സെറാമിക് ഉപയോഗിച്ചിട്ടുള്ള സംഭവം. അതുകൊണ്ട് ഇതിനൊരു തേയ്മാനമൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഇതുണ്ടോ, അത് റബ്ബറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം. അത്യാവശ്യം ഹോട്ട് വാട്ടറൊക്കെ അടിക്കാൻ പറ്റും കേട്ടോ. അത് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് മിക്കവാറും ഈ വയറ് വിട്ടുപോയേക്കണായിരിക്കും. അപ്പം ഇതിനകത്ത് വേറെ കംപ്ലൈൻറ്റ് വരാൻ, റോട്ടറിലൊന്നും കംപ്ലൈൻറ്റ് വരാനുള്ള പോർഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഉറപ്പായിട്ടും വൈൻഡിങ്ങിൽ ഈ വയറ് വിട്ടുപോയേക്കണായിരിക്കാം. അപ്പോൾ ഈ വയറ് നമുക്ക് ചെക്ക് ചെയ്യാം. വേറെ ചെക്ക് ചെയ്തിട്ട് റീവൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. റീവൈൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് റീവൈൻഡ് ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ കൂടെ ഇട്ടേക്കാം. അപ്പോൾ ഏകദേശം ഞാനിത് ഫസ്റ്റ് ഒന്ന് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് അഴിച്ച് റിപ്പയർ ചെയ്യുന്ന വീഡിയോസൊന്നും കണ്ടില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെയൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടൊന്ന് അഴിച്ചു നോക്കിയതാണ്. അപ്പോൾ റീവൈൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ റീവൈൻഡ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അത് ഫോളോ അപ്പ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ റീവൈൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ഉറപ്പായിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ സർക്കുലേഷൻ പമ്പിൻ്റെ ഉള്ളിൽ വരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു മെത്തേഡ് അടിപൊളിയാണ്. ഈ വെള്ളം ഉള്ളിൽ പോയിട്ട് ഈ സെറാമിക്കിൻ്റെ ഈ റോട്ടറിൻ്റെ ഇതിനെ കൂൾ ചെയ്യിപ്പിക്കണേ, അത് ഭംഗിയായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കംപ്ലൈൻറ്റ് മിക്കവാറും ഈ വൈൻഡിങ്ങിൽ ഒരു ഇത് പോയേക്കണായിരിക്കും. നമുക്കൊന്ന് അഴിച്ചു നോക്കാം. എന്നിട്ട് അടുത്തൊരു വീഡിയോയിൽ ഇത് റീവൈൻഡ് ചെയ്യണ ഒരു വീഡിയോ ചെയ്യാം. ആദ്യമായിട്ട് ഒരു സർക്കുലേഷൻ പമ്പ് അഴിക്കുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഉള്ള സ്പെയർ പാർട്സുകളൊന്ന് പരിചയപ്പെടാം. പിന്നെ റീവൈൻഡ് ചെയ്യുന്നത് എങ്ങനെ, ഇത് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു മോട്ടറാണ്. റീവൈൻഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. പറ്റുമെങ്കിൽ അത് ഉറപ്പായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് റീവൈൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വന്നിരിക്കും. സർക്കുലേഷൻ പമ്പ് അഴിച്ച് അതിൻ്റെ ഭാഗങ്ങൾ മനസ്സിലാക്കുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് പിന്നെ വരാം. താങ്ക്